രാമായണം ആദികാവ്യ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. സീതാ സ്വയംവരം കഴിഞ്ഞ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഭാര്യമാരോടൊന്നിച്ച് അയോധ്യയിലേക്ക് യാത്രയായി. വഴിക്കുവെച്ച് പരശുരാമൻ അവരെ തടഞ്ഞു നിർത്തി. ശ്രീരാമചന്ദ്രന്റെ മഹത്വമറിഞ്ഞ പരശുരാമൻ വൈഷ്ണവ ചാപത്തെ ശ്രീരാമനെ ഏൽപ്പിച്ച് പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയി. അയോധ്യയിലേക്ക് പോയ രാമലക്ഷ്മണന്മാർ നാട്ടുകാർക്ക് കണ്ണിലുണ്ണികളായി തീർന്നു. ഭരതനും ശത്രുഘ്നനും അമ്മാവനോടൊപ്പം കേകയ രാജ്യത്തേക്ക് പോയി. തുടർന്ന് കേൾക്കുക. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തേക്ക് പോയതിനു ശേഷം ഭരണകാര്യങ്ങളിൽ അച്ഛനെ സഹായിക്കാൻ ശ്രീരാമൻ ശ്രദ്ധാലുവായി തീർന്നു. ജനങ്ങൾക്കും കച്ചവടക്കാർക്കും ഒക്കെ പ്രിയമുള്ളവനായി തീർന്നു. മാതൃക ദമ്പതികളെന്ന നിലയിൽ ശ്രീരാമനും സീതയും ഏവരുടെയും കണ്ണിനെ പ്രിയമുള്ളവരാക്കി തീർത്തു. ദശരഥ മഹാരാജാവ് മക്കളുടെ കാര്യത്തിൽ അതീവ സന്തുഷ്ടനായിരുന്നു. കേകയ രാജ്യത്ത് എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിച്ചാണ് ഭരതനും ശത്രുഘ്നനും കഴിഞ്ഞതെങ്കിലും അവരുടെ മനസ്സിൽ വൃദ്ധനായ പിതാവിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു. ദശരഥന് 4 മക്കൾ തൻ്റെ 4 കൈകൾ പോലെയായിരുന്നുവെങ്കിലും മൂത്തവനായ രഘുരാമനോടായിരുന്നു കൂടുതൽ വാത്സല്യം. രാവണനെ നിഗ്രഹിക്കാൻ ഭൂമിയിൽ മഹാവിഷ്ണു മനുഷ്യാവതാരമായി ജന്മമെടുത്തത് ശ്രീരാമന്റെ രൂപത്തിലാണല്ലോ. ദേവേന്ദ്രൻ അതിഥിയെ പരിപാലിക്കുന്നത് പോലെയാണ് ശ്രീരാമൻ മാതാവായ കൗസല്യയെ പരിപാലിച്ചു കൊണ്ടിരുന്നത്. അസൂയ ലേശം പോലുമില്ലാതെ ശ്രീരാമൻ എല്ലാവരെയും ഒരേപോലെ കണ്ടിരുന്നു, ഒരേപോലെ സ്നേഹിച്ചിരുന്നു. മൃദുവായ സംസാരമാണ് രാമനിൽ നിന്നുണ്ടാവുക. പരുഷമായി പറയുന്നവരോട് പോലും കോപിച്ചിരുന്നില്ല. ആരെങ്കിലും ഒരു ചെറിയ ഉപകാരമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ അതൊരിക്കലും മറക്കുകയുമില്ല. ആയുധ അഭ്യാസങ്ങളിലും ധനുർവിദ്യകളിലും ശ്രീരാമൻ അഗ്രഗണ്യനായി തീർന്നു. താൻ അഭ്യസിച്ച വിദ്യകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തവനായിരുന്നു. ശ്രീരാമനോടുള്ള സ്നേഹം ഉള്ളിൽ ഉറഞ്ഞു നിൽക്കെ ദശരഥൻ ചിന്തിച്ചു, വൃദ്ധനാണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ രാമൻ എങ്ങനെ രാജാവാകും? സർവചരാചരങ്ങളിലും ദയയുള്ള അവൻ രാജ്യകാര്യങ്ങളിലും തൽപരനാണ്. എൻ്റെ ഉണ്ണി ഈ ഭൂമി ഭരിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ലേ? മന്ത്രിമാരോട് ആലോചിച്ചിട്ട് ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. നഗരപ്രമാണിമാരെയും നാട്ടുപ്രമാണികളെയും മികച്ച രാജാക്കന്മാരെയും അയോധ്യാധിപതി ക്ഷണിച്ചു. സമയക്കുറവ് കാരണം കേകയ രാജാവിനെയും മിഥിലാധിപനെയും അറിയിച്ചില്ല. വാർദ്ധക്യം കാരണം തൻ്റെ ജീവൻ പോകുന്നതിന് മുൻപ് രാമനെ യുവരാജാവാക്കണമെന്ന ആധി കൊണ്ടാണ് പെട്ടെന്ന് ഈ ചടങ്ങ് നടത്താൻ രാജാവ് തീരുമാനിച്ചത്. ഈ വാർത്ത കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും സന്തോഷിക്കുമെന്നാണ് ദശരഥൻ കരുതിയത്. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരെല്ലാം എത്തിച്ചേർന്നു. വന്നു ചേർന്നവർ സമ്മേളിച്ചിരുന്നപ്പോൾ ദശരഥ രാജാവ് അവരോടായി പറഞ്ഞു, വളരെ കാലം ഈ രാജ്യം ഭരിച്ച് എൻ്റെ ശരീരം ജീർണിച്ചുപോയി. ഇനി അല്പം വിശ്രമം ആവശ്യമാണ്. രാജ്യകാര്യങ്ങളെല്ലാം ഇനി ഞാൻ എൻ്റെ മകനെ ഏൽപ്പിക്കട്ടെ. ഇന്ദ്രതുല്യനായ എൻ്റെ മൂത്ത മകൻ രാമനാണ് അതിന് യോഗ്യൻ. എൻ്റെ ഈ തീരുമാനം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ
അനുവാദം തരിക. അതല്ല, മറിച്ചൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതും തുറന്നു പറയണം. രാജാവിൻ്റെ പ്രഖ്യാപനം കേട്ട് എങ്ങും ആഹ്ലാദ ആരവങ്ങൾ ഉയർന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശ്രീരാമചന്ദ്രനെ യുവരാജാവായി വാഴിക്കണമെന്ന്. അവരുടെ സമ്മതം കേട്ട് രാജാവിൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ടായെങ്കിലും അത് മറച്ചുവെച്ച് രാജാവ് ചോദിച്ചു, ഈ രാജ്യം നീതിപൂർവമാണ് ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നത്. മകനെ രാജാവാക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ സമ്മതിച്ചതെന്തിനാണ്? എനിക്കതിൽ വലിയ സംശയം തോന്നുന്നു. സത്യം തുറന്നു പറയണം. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ദേവതുല്യനും അമേയ ബുദ്ധിമാനുമായ ശ്രീരാമചന്ദ്രൻ ഇതിന് യോഗ്യനാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരുടെ വിവിധ അഭിപ്രായങ്ങൾ കേട്ട് രാജാവിന് സന്തോഷമാണ് ഉണ്ടായത്. ദശരഥൻ പറഞ്ഞു, ഈ ചൈത്രമാസം പുണ്യപൂരിതമാണ്. കാടുകൾ വിവിധ വർണ്ണങ്ങളുള്ള പൂവിടുന്ന കാലം. രാജ്യാഭിഷേകത്തിന് വേണ്ടതെല്ലാം ചെയ്യണം. ജനങ്ങളുടെ ആഹ്ലാദാരവങ്ങൾ അടങ്ങിയപ്പോൾ ദശരഥൻ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു, ഭഗവാനെ, രാമാഭിഷേകത്തിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കർമ്മങ്ങളും അങ്ങ് പറഞ്ഞു തരണം. രാജാവിൻ്റെ അഭ്യർത്ഥന കേട്ട് വസിഷ്ഠൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്നൊന്നായി പറഞ്ഞുകൊടുത്തു. അത് കഴിഞ്ഞ് ദശരഥൻ മന്ത്രി സുമന്ത്രരെ വിളിച്ചു പറഞ്ഞു, രാമനെ അതിവേഗം കൊണ്ടുവരൂ. ഉടൻ തന്നെ സുമന്ത്രർ പോയി ശ്രീരാമചന്ദ്രനെ ശ്രേഷ്ഠമായ രഥത്തിലിരുത്തി കൊണ്ടുവന്നു. സുമന്ത്രർ കുമാരനെ രഥത്തിൽ നിന്ന് ഇറക്കി. കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമൻ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. കാൽക്കൽ നമസ്കരിച്ച മകനെ ദശരഥൻ വാത്സല്യത്തോടെ മാറോടണച്ചു. അഗ്രാസനത്തിൽ പുത്രനെ ഇരുത്തി. ദശരഥൻ പുത്രനോട് പറഞ്ഞു, സർവഗുണങ്ങളും ചേർന്ന കൗസല്യാപുത്രനായ ശ്രീരാമ, പൂയം നാളിൽ നീ യുവരാജാവായി വാഴണം. കാമക്രോധാദികൾ കൊണ്ടുണ്ടാകുന്ന വ്യസനങ്ങളെ നിശേഷം പരിത്യജിക്കണം. പ്രത്യക്ഷമായും പരോക്ഷമായും അമാത്യന്മാരെയും പ്രജകളെയും സന്തോഷിപ്പിക്കണം. സമചിത്തനായി നീ ഈ നാട് ഭരിക്കണം. ആ സദസ്സിൽ സന്നിഹിതരായിരുന്നവരിൽ ചിലർ ചക്രവർത്തിയുടെ വാക്ക് കേട്ട് ഓടിപ്പോയി ഈ സന്തോഷവർത്തമാനം കൗസല്യയെ അറിയിച്ചു. പ്രിയം നിറഞ്ഞ വാക്കുകൾ വന്നു പറഞ്ഞവർക്ക് രാജ്ഞി പാരിതോഷികങ്ങൾ കൊടുത്തു. ശ്രീരാമചന്ദ്രൻ പിതാവിനെ വണങ്ങിയിട്ട് സ്വന്തം അരമനയിലേക്ക് പോയി. തടിച്ചുകൂടിയ പ്രജകൾ പിരിഞ്ഞുപോയി. സംഘർഷഭരിതമായ ഭാവത്തിൽ ദശരഥൻ മന്ത്രിമാരോട് പറഞ്ഞു, നാളെ പൂയം നക്ഷത്രം തുടങ്ങും. അതിനാൽ എൻ്റെ പ്രിയപുത്രൻ രാമനെ നാളെ തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. എല്ലാ മന്ത്രിമാരിലും ആഹ്ലാദമുണ്ട്. പക്ഷേ ദശരഥ മന്നന് ഇരിക്കപ്പുറതിയില്ല. പല ചിന്തകളും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. അല്പം വിശ്രമിക്കുവാനായി അന്തഃപുരത്തിൽ അദ്ദേഹം എത്തി. എന്നാൽ പെട്ടെന്ന് മഞ്ചത്തിൽ നിന്നെഴുന്നേറ്റ് കാവൽക്കാരോട് ആജ്ഞാപിച്ചു, നിങ്ങൾ വേഗം തന്നെ രാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ഈ ആജ്ഞ കേട്ട മന്ത്രി സുമന്ത്രർ പെട്ടെന്ന് തന്നെ രാമൻ പള്ളിയുറങ്ങുന്ന മന്ദിരത്തിലേക്ക് പോയി കാവൽക്കാരോട് ആവശ്യമറിയിച്ചു. ശ്രീരാമചന്ദ്രന് വിപ്രാളമായി. അദ്ദേഹം ഓടി സുമന്ത്രരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് വന്നതെന്ത്? എന്തെങ്കിലും? രാമന്റെ വെപ്രാളം കണ്ട് സുമന്ത്ര പറഞ്ഞു, മഹാരാജൻ അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്താലും. മന്ത്രിയുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ
ശ്രീരാമൻ പിതാവിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു. വളരെ രഹസ്യമായ വിവരങ്ങളാണ് ദശരഥന് ശ്രീരാമനോട് പറയുവാനുള്ളത്. അദ്ദേഹം പുത്രനെ പള്ളിയറയിലേക്ക് കൊണ്ടുപോയി ശ്രീരാമനോട് പറഞ്ഞു, രാമ, എനിക്കെന്തെന്നില്ലാത്ത ഒരാധി വയസ്സായതുകൊണ്ടാകാം. ഇക്കാലത്തിനിടയിൽ എല്ലാ സുഖങ്ങളും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് ഓമനപുത്രനായി നിന്നെ എനിക്ക് കിട്ടിയത്. ഒരു ക്ഷത്രിയന് വേണ്ട എല്ലാ വിദ്യാഭ്യാസവും നിനക്ക് തന്നു. ആരിൽ വെച്ചും നീ ഉത്തമനാണ്. ധാർമ്മികമായ എല്ലാ കടങ്ങളും എല്ലാവരോടും ഞാൻ വീട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നിന്റെ അഭിഷേകമാണ്. ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നീ രാജാവായി കാണാൻ പ്രജകൾ കൊതിക്കുന്നു. രാമ, സ്വപ്നത്തിൽ ഭയാനകങ്ങളായ അശുഭങ്ങളാണ് ഞാൻ കാണുന്നത്. ഇടിവാളോട് കൂടിയ കൊള്ളിമീനുകൾ ആകാശത്തിൽ നിന്ന് അലറിക്കൊണ്ട് വീഴുന്നു. ഇപ്രകാരമുള്ള ലക്ഷണങ്ങൾ രാജാവിൻ്റെ മരണത്തെയോ ആപത്തിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഉണ്ണി, എൻ്റെ മനസ്സ് മാറുന്നതിന് മുൻപേ അഭിഷേകം നടത്തണം. അഭിഷേകം നാളെ തന്നെ നടത്തണം. അതിനാൽ ഉണ്ണി, നീ വ്രതചര്യ ഇന്ന് തന്നെ തുടങ്ങണം. വധുവൊന്നിച്ച് ദർഭതൽപ്പത്തിൽ കിടന്ന് ഉപവസിക്കണം. ഭരതൻ കേകയ രാജ്യത്ത് പോയ അന്നു മുതൽ നിന്റെ അഭിഷേകകാലമായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഭരതൻ ധർമ്മിഷ്ഠനും ദയാലുവുമാണ്, സംശയമില്ല. എന്നാലും മനുഷ്യഹൃദയം ചാഞ്ചാട്ടമുള്ളതാണ്. ഉത്തമ പുരുഷന്മാർക്ക് കൂടി മാറ്റം വരാം. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നീ പ്രവർത്തിക്കണം. പിതാവ് പറഞ്ഞത് അക്ഷരം പ്രതി സമ്മതിച്ചിട്ട് രഘുരാമൻ സ്വന്തം അരമനയിലേക്ക് നടന്നു. അവിടെ സീതയെ കാണാത്തതിനാൽ രാമൻ മാതാവ് കൗസല്യയുടെ അരമനയിലേക്ക് ചെന്നു. അവിടെ സുമിത്രാദേവിയെയും സീതയും ലക്ഷ്മണനും ഉണ്ടായിരുന്നു. കൗസല്യാദേവി വിഷ്ണുവിനെ ധ്യാനിച്ച് ഇരിക്കുകയായിരുന്നു. രാമൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അച്ഛൻ്റെ കൽപ്പന അമ്മ അറിഞ്ഞില്ലേ? നാളെ എനിക്ക് അഭിഷേകമുണ്ടാകും. സീതയൊന്നിച്ച് ഇന്ന് രാത്രി ഉപവസിക്കണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട മംഗളകർമ്മങ്ങൾ അമ്മ തന്നെ ചെയ്യിക്കണം. മകന്റെ വാക്കുകൾ കേട്ട് കൗസല്യ പറഞ്ഞു, ഉണ്ണി, ദീർഘായുസായിരിക്കട്ടെ. നീ ഇക്ഷ്വാകു വംശത്തിന്റെ പേരും വരിമയും നീ നിലനിർത്തണം. അമ്മയുടെ വാക്കുകൾ കേട്ട രാമൻ അടുത്തുനിന്ന അനുജൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, എന്നോടൊന്നിച്ച് ഈ ലോകം പരിപാലിക്കേണ്ടത് നീയാണ്. നീ എൻ്റെ പ്രാണനാണ്. അനുജ, നിനക്ക് വേണ്ടി മാത്രം ജീവനെയും രാജ്യത്തെയും ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് സീതയോടൊപ്പം രാമൻ അരമനയിലേക്ക് പോയി. അന്നു തന്നെ ദശരഥ മഹാരാജാവ് ആചാര്യൻ വസിഷ്ഠ മഹർഷിയെ ആളയച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു, ഭഗവാനെ, ഉപവാസത്തിലിരിക്കുന്ന രാമനെ അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയും രാജ്യലാഭത്തിനു വേണ്ടിയും അനുയോജ്യമായ ഉപവാസാദികൾ അവിടുന്ന് തന്നെ ചെയ്യിക്കണം. രാജകൽപ്പന സന്തോഷപൂർവം സ്വീകരിച്ച വസിഷ്ഠമാമുനി ചന്ദ്രികാചർച്ചിതമായ ശോഭിക്കുന്ന, അതുപോലെ തന്നെ പാൽ വെണ്ണ പോലെ വിളങ്ങുന്ന ശ്രീരാമചന്ദ്രന്റെ ഭവനത്തിലേക്ക് തേരിൽ യാത്രയായി. 3 ഗോപുരങ്ങൾ കടന്നപ്പോഴേക്കും സംഭ്രമത്തോടെ ശ്രീരാമൻ വസിഷ്ഠ മഹർഷി വരുന്നത് കണ്ട് ഓടിയെത്തി. ആചാര്യനെ കൈക്കു പിടിച്ച് തേരിൽ നിന്നിറക്കി സ്നേഹത്തോടെ ഗുരുനാഥൻ രാമനെ നോക്കി പറഞ്ഞു, രാമ, അച്ഛൻ അത്യധികം സന്തോഷവാനാണ്. നീ രാജാവാകും. സീതയോടൊപ്പം ഉപവാസമനുഷ്ഠിക്കണം. ദശരഥൻ നിനക്ക് ഏറ്റവും സന്തോഷത്തോടെ അഭിഷേകം നടത്തും.
വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധയോടെ കേട്ടുകൊള്ളണം. ശ്രീരാമന്റെ പൂജാവിധികൾ, സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്നിവയൊക്കെ ആചാര്യൻ രാമനോട് പറഞ്ഞു കൊടുത്തിട്ട് രാമന്റെ ഭവനത്തിൽ നിന്നും അദ്ദേഹം മടങ്ങി. രാത്രിയായിട്ടും പൗരാവലികൾ ആനന്ദ ശബ്ദങ്ങളാൽ മുഖരിതമായ രാജപാതയിലെത്തി. വസിഷ്ഠ മഹർഷി ആ ആരവങ്ങളൊക്കെ കണ്ടു. തെരുവുകളെല്ലാം അടിച്ചുവാരി തളിച്ച് ഓരോ ഗൃഹത്തിൻ്റെയും മുന്നിൽ കൊടിനാട്ടി പുഷ്പമാലകൾ കൊണ്ട് അയോധ്യ നഗരം മുഴുവൻ അലങ്കരിച്ചു. രാമാഭിഷേകത്തെക്കുറിച്ച് ചിന്തിച്ച് അത് കാണുവാൻ ആബാലവൃദ്ധ ജനങ്ങളും അടുത്ത സൂര്യോദയം നോക്കി കാത്തിരിക്കുകയാണ്. രാജവീഥിയിലൂടെ രഥത്തിൽ പോകുന്ന വസിഷ്ഠനെ ജനങ്ങൾ ഭക്ത്യാദരപൂർവം തൊഴുതു നിന്നു. ആചാര്യൻ രാജാവിൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, അവിടുന്ന് അരുളി ചെയ്തതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് സന്തോഷവാനായ രാജാവ് അന്നത്തെ സഭ പിരിച്ചുവിട്ടു. രാജാവ് വിശ്രമത്തിനായി അരമനയിലേക്ക് പോയി. വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം രാത്രി തന്നെ ശ്രീരാമൻ ഉപവാസം ആരംഭിച്ചു. ജാനകിയുമൊത്ത് ശ്രീരാമൻ മൗനവ്രതത്തിൽ ശയിച്ചു. അരനാഴിക പുലർന്നപ്പോൾ എഴുന്നേറ്റ് ദേവാലയത്തിൽ അലങ്കാരങ്ങൾ ചെയ്യിപ്പിച്ചു. സൂതന്മാർ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കെ പൂർവസന്ധ്യയെ വന്ദിച്ച് രാമൻ മനോനിഗ്രഹത്തോടെ ജപം തുടങ്ങി. വെള്ളപ്പട്ടുടുത്ത് പുറത്തേക്കിറങ്ങിയ ശ്രീരാമദേവനെ വിപ്രവര്യന്മാർ സ്വസ്തിവാക്യത്തോടെ ആശീർവദിച്ചു. ബാലഭാസ്കരൻ ഉദിച്ചുയർന്നു. രാമാഭിഷേകത്തിൽ സന്തോഷവാനായ ജനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നു. തേർവീഥികൾ, നാൾക്കൂട്ട പെരുവഴികൾ, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ദേവാലയങ്ങൾ, ചൈത്യങ്ങൾ, കൊത്തളങ്ങൾ തുടങ്ങിയവയിൽ വഴിവാണിഭക്കാർ നിരന്നു നിന്നു. ധ്വജങ്ങളും കൊടിക്കൂറകളും എല്ലായിടവും നാട്ടി. സംഗീതാലാപനങ്ങൾ എങ്ങും മുഴങ്ങി. എല്ലാവരുടെയും വാക്കുകളിൽ ഒന്നു മാത്രമാണ് ഉണ്ടായിരുന്നത്: രാമന്റെ പട്ടാഭിഷേക ഉത്സവം. അടുത്ത രാത്രി വരെ ആഘോഷങ്ങൾ നീണ്ടു നിന്നാലോ എന്ന് കരുതി പലയിടത്തും ദീപസ്തംഭങ്ങളും നാട്ടി. അലങ്കാരങ്ങളായി ഒറ്റ രാത്രി കൊണ്ട് അയോധ്യ നഗരി ആകെ മാറി. അഭിഷേക പുണ്യോത്സവം കാണാൻ അന്യരാജ്യത്തു നിന്നെത്തിയ ഗ്രാമീണരുടെ ശബ്ദകോലാഹലങ്ങൾ എല്ലായിടവും മുഴങ്ങി. അഭിഷേക തലേന്ന് രാത്രി മറ്റൊരു സംഭവം അയോധ്യയുടെ അരമനകളിൽ ഒന്നിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. ദശരഥ പത്നിയായ കൈകേയിയുടെ അരമനയിൽ. അവരുടെ ദാസിമാർ കേകേയ രാജ്യത്തു നിന്നും വന്നവരാണ്. അവരിൽ കൈകേയിയുടെ വിശ്വസ്ത ധാത്രിയാണ് മന്ദര. വളരെ ചെറുപ്പത്തിൽ അവർ കൈകേയിയോടൊപ്പം കൊട്ടാരത്തിൽ വന്നതാണ്. കാണാൻ ചന്തമുണ്ടെങ്കിലും അവർ ഒരു കൂനിയാണ്. മണിമന്ദിരത്തിന്റെ മട്ടിപ്പാവിൽ വന്ന് മന്ദര ചുറ്റുമുള്ള രാത്രി കാഴ്ചകൾ കണ്ടു. രാജപാതകൾ നനച്ച് പൂ വിതറിയിരിക്കുന്നു. വിലപിടിച്ച കൊടിതോരണങ്ങളും കൊടിമരങ്ങളും നിരനിരയായി നാട്ടിയിരിക്കുന്നു. നാട്ടുകാർ എല്ലായിടത്തും ആഹ്ലാദത്തിലാണ്. വിപ്രവര്യന്മാരുടെ കോലാഹലവും വേദോച്ചാരണങ്ങളും ഘോഷങ്ങളും പലയിടത്തും കേൾക്കാം. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മന്ദര അടുത്തുനിന്ന ഒരു ദാസിയോട് ചോദിച്ചു, രാമന്റെ അമ്മ പണത്തിൽ ആഗ്രഹമുള്ളവളാണ് അല്ലേ? എന്നിട്ടും ഇത്ര വാരിക്കോരി ചെലവിടുന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് ഇത്രമാത്രം സന്തോഷമുണ്ടാകാൻ കാരണമെന്താണ്? സന്തോഷമേകുന്ന എന്ത് കാര്യമാണ് ഇവിടെ നടന്നത്? കൂനിയായ മന്ദരയുടെ വാക്കുകൾ കേട്ട് തോഴി ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞു, അവിടുത്തേക്ക് അറിയാവുന്ന തന്നെ, ശ്രീരാമചന്ദ്രന് നാളെ പൂയം നാളിൽ
അഭിഷേകം നടത്തുവാൻ രാജാവ് തീരുമാനിച്ചില്ലേ? അത് തന്നെ കൊച്ചു തിരുമേനി നാളെ യുവരാജാവാകും. ആ തോഴിയുടെ വാക്കു കേട്ടപ്പോൾ കൂനിയായ മന്ദരയുടെ മുഖം അരിശഭാവത്തിലായി മാറി.